നമുക്ക് സാധിക്കാത്തത് നമ്മുടെ കുട്ടികൾക്കൂടി നടത്തി അവർ നല്ലൊരു വഴിക്ക് വളർന്നു വരട്ടെ. ഈ നാടിന് നല്ലൊരു കുട്ടികളായിട്ട് വളർന്നു വരട്ടെ, ഈ രാജ്യത്തിനും വേണ്ടി എന്നാഗ്രഹിച്ചാൽ ഞാൻ എൻ്റെ മക്കൾ വളർന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതെയൊക്കെ ഉടച്ച് കളഞ്ഞു. സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ശരിക്ക് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം, ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ അതിന് ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സ്കൂളല്ല വേണ്ടത്. ഒരുമിച്ച് ചെറിയ പ്രായം തൊട്ട് ചെറിയ ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ, നമ്മുടെ സിലബസിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിപ്രായം ഉണ്ടായി. ജീവശാസ്ത്രപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം സോഷ്യോളജിക്കൽ, അതായത് സാമൂഹ്യശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഈ ആണും പെണ്ണും ലിംഗ തുല്യതയെക്കുറിച്ചുള്ള അവബോധം കൊടുക്കുന്നതിനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കണം. സ്ത്രീയോട് വേറെ പെരുമാറ്റം, പുരുഷനോട് വേറെ പെരുമാറ്റം, മറ്റൊരാളോട് വേറെ പെരുമാറ്റം, അങ്ങനെയല്ല വേണ്ടത്. മനുഷ്യൻ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, അതാണ് നമ്മൾ. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനെ തന്നെ പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടേണ്ടത്. രണ്ടാമത് നമുക്ക് സമൂഹത്തിൽ നിന്നും സുരക്ഷിതത്വം വേണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് സുരക്ഷിതത്വം വേണം. ഇതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പരമാവധി നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് ഒതുക്കി, നമ്മൾ ആരോടും പറയാതെ നമ്മൾ ഒതുക്കിക്കൊണ്ട് പോകുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ പേടിച്ചിട്ട്. കാരണം നമ്മളുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ അറിയുമ്പോൾ മറ്റുള്ളവർ ഏത് രീതിയിലാണ് നമ്മളെ വ്യാഖ്യാനിക്കുക, നമ്മൾ ഏത് രീതിയിലാണ് ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പേടിയുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ. എൻ്റെ മോളുള്ള സമയത്ത് ഒരാളെങ്കിലും ഞങ്ങളെ രക്ഷിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടായി. ആണത്വമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആണത്വം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് അവൻ്റെ മുമ്പിൽ എത്ര സമയം വേണമെങ്കിലും സുരക്ഷിതമായിട്ട് ഇരിക്കാനായിട്ടുള്ള ബോധം സ്വയം ഉണ്ടാകുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവനൊന്നും ആണല്ല. എൻ്റെ കൊച്ചിനെ ഇത് ഇത്രയും ചെയ്യാൻ ഒരുപാട് സമയം എടുത്തില്ല. ഞാൻ ഇല്ലാത്ത സമയം നോക്കി ആദ്യം എന്നെ കൊല്ലാൻ നോക്കിയതാണ്. ഞാൻ മരിച്ചില്ല. ഇപ്പോഴും എനിക്ക് പണിയെടുക്കാൻ പാടാത്ത അവസ്ഥയിലാണ്. അതാണ് ഞാൻ മുസ്ലിം പള്ളിയിൽ പോയി തെണ്ടി കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടത്. ഈ കൊച്ചിന് ഇത് ചെയ്യാൻ ഇത്രയും താമസിച്ചില്ല. ഇപ്പോഴും പറഞ്ഞ ആ കുട്ടിയുടെ അമ്മയാണ് ഞാൻ. എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ പറ്റിയേക്കണം, എന്തൊക്കെ ചെയ്തേക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എനിക്കറിയാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോനെ ഞാനൊരു പൊതി പലഹാരം കൊണ്ട് വന്നാൽ തെണ്ടിയിട്ടായിരിക്കും. അമ്മ വരുമ്പോഴേ വാതിൽ തുറക്കാവുള്ളൂ എന്ന് പറയും. ഞാൻ മോനേന്ന് ഒരു വിളി വിളിച്ച് ഓടി വരുന്ന മോൻ 1000 വിളി വിളിച്ചിട്ട് പോലും എൻ്റെ കൊച്ചു മിണ്ടിയില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത പ്രതിയെ ഇതുവരെ അയാൾ ഒരു വേദനയും തിന്നാതെ അയാൾ കഴിഞ്ഞ് ജീവിക്കുക. എൻ്റെ കൊച്ചിന് ഒരു കുത്തു കൊടുത്ത വേദന അന്ന് ഞാൻ പോലീസുകാരോട് പറഞ്ഞു, അവനെ പിടിക്കുമ്പോൾ, അമീറിനെ പിടിക്കുമ്പോൾ എനിക്കൊരു കത്തി വേണം സാറേ. എൻ്റെ കൊച്ച് ഓരോ വേദനയും തിരുമ്പോൾ അമ്മേന്ന് വിളിച്ചാണ് എൻ്റെ മകള് പ്രാണം പോയേക്കാം. എനിക്ക് അവന് ഒരു വേദനയെങ്കിലും ഒരു വെട്ടെങ്കിലും എനിക്ക് അവന് കൊടുത്ത്, അവൻ്റെ ഒരു വേദന അമ്മയ്ക്ക് കാണണം, എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതൊന്നും പറയാതെ, ഇത് കത്തികളൊന്നും മേടിക്കാൻ പറ്റാതെ, കുറച്ച് മെഴുകുതിരിയും വേണമെന്ന് ഞാൻ പറഞ്ഞു, ഉരുക്കി ഒഴിച്ചെങ്കിലും അവനെ കൊണ്ട് സത്യം പറയിക്കണം, അതിനുള്ള കരുതൽ. പക്ഷെ ഇത്രയും ഇത് ചെയ്യാൻ ഒരു സമയം എടുത്തില്ല. പക്ഷെ ഇത് ചെയ്തിട്ട് ഇത്രയും ദിവസം അവന് ഒരു വേദനയും തിന്നാതെയാണ് അവൻ ജയിലിൻ്റെ ഉള്ളിൽ. നിയമത്തിൽ അതിന് വകുപ്പ്. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, കൊല ചെയ്യുന്നവനെ ഒരുപാട് ദിവസം കൊടുക്കാതെ, ഒരുപാട് തീറ്റിപ്പൊറ്റാതെ അവനെ എത്രയും വേഗം തൂക്കി കൊല്ലാൻ തന്നെ വിധിക്കണം. അത് എനിക്ക് അവനെ കൊല്ലുമെന്ന് ബോധ്യം വന്നെങ്കിൽ അവനെ ആ തൂക്ക് കയറിലിടുമ്പോൾ ആ ബട്ടണെ പിടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണം. അതിനുള്ളൊരു സന്ദർഭം സമയം 6 മാസം പോട്ട് ഒരു ദിവസം പോലും ഇത് ചെയ്ത സമയം ഇത്രയും നീട്ടിക്കൊണ്ടുവരാൻ പാടില്ല സാർമാരെ. എന്നെ സാറേ എന്ത് വിചാരണ 2 മാസം ഒരാളെ വെച്ച് വിചാരണ നടത്താൻ പാടുള്ളൂ. ഒരു കൊല ചെയ്തേച്ച് ഒരാളുടെ പ്രാണൻ എടുത്തിട്ട് ഒരുപാട് കാലം നീട്ടിക്കൊണ്ട് എന്ത് വിചാരണയാ സാറേ? നമ്മുടെ കൊച്ചിനെ അവര് തിരിച്ചു തരുമോ ഈ വിചാരണ പൂർത്തിയായിട്ടില്ല, ചാർജ് കൊടുത്തിട്ടില്ല. മാസങ്ങളായല്ലോ സാറേ. ഞാൻ ആശുപത്രി എന്റെ കൊച്ചിനെ ചെയ്തിട്ട് മാസങ്ങളായി. ഏറ്റവും വേഗം എന്തിനു ഇത്ര വിചാരണ എടുക്കണം? അവർക്ക് ജയിലിനകത്ത് TV, ബിരിയാണി, ചോറ്, സാമ്പാർ, ഇറച്ചി, സൗകര്യമായ ഭക്ഷണം. കൊല ചെയ്തവർക്ക് നഷ്ടം നമുക്ക് മാത്രം. ഒരു കൊച്ചിന്റെ, ഒരു മനുഷ്യന്റെ, ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും വലുതായാലും ഒരു മനുഷ്യന്റെ ജീവന്റെ പ്രാണൻ എടുത്തിട്ട് ഒരു 10 സെക്കൻഡ് പോലും അവനെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവനെ കൊല്ലയും. അവൻ ആ സമയത്തിനുള്ളിൽ അവനെ തൂക്കിക്കൊല്ലണം. 2 മാസം കൂടി വന്നാൽ നിങ്ങൾ വിചാരണ എടുക്കാവൂ. അതിൽ കൂടുതൽ നീട്ടി വെക്കാൻ പാടില്ല. ആരും പ്രാണൻ എടുക്കുന്നവന്
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാറേ, ബഹുമാനപ്പെട്ട സാറിനോടാ പറഞ്ഞത്, നാളെ ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളും നടക്കൂല സാറേ. ഇത് നീട്ടിക്കൊണ്ടുവന്ന എല്ലാ സൗകര്യവും സുഖസൗകര്യവും ജയിലിനകത്ത് അവർക്കുണ്ട്. അല്ലെങ്കിൽ അവൾ കുറച്ചാൾ കഴിയുമ്പോൾ പരോളിൽ ഇറക്കുക, അവൻ പോയി സൂചിച്ച് കഴിക്കും, അടുത്ത ആളും പിന്നെയും കൊല്ലും. ഇതിനിടെ വരുത്തരുത്. എൻ്റെ കൊച്ചിനെ എന്താ പറ്റിയെന്ന് ഇപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല. 2 മാസം കൂടി വന്ന അവനെ അന്വേഷണത്തിനും തെളിവെടുപ്പിനും ഇട്ടേക്കാൻ പാടുള്ളൂ, ഏത് കൊലയാളിയാണെങ്കിലും. ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്നെങ്കിലും വരാൻ ഒരു സാധ്യതയുണ്ടോ എന്ന്? നിയമത്തിൽ മാറ്റങ്ങൾ വരാതെയല്ല. നിർഭയ കേസ് വന്നു, മാസങ്ങൾക്കകം നിയമത്തിൽ മാറ്റം ഉണ്ടായി. റേപ്പിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവ്യവസ്ഥകൾ അടിമുടി മാറി. വളരെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പരിഷ്കരിക്കേണ്ടി വരുന്നു. അപ്പം മാറാതെയല്ല, കാലാകാലങ്ങളിൽ മാറുന്നുണ്ട്. പിന്നെ വേറൊരു രാജ്യത്തുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിയമവ്യവസ്ഥയിൽ വ്യത്യാസമുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ പോയാൽ ഈ കാര്യത്തിലും സത്വരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. ജുവൈനൽ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഡൽഹി ഗ്യാങ് റേപ്പിൽ തന്നെ ആ ജുവൈനൽ ഹോമിൽ കിടന്ന പയ്യൻ 3.5 വർഷം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് അവനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നല്ലൊരു തൊഴിലൊക്കെ ഉണ്ടാക്കി അവനെ ഇരുത്തി. ഇന്നാണെങ്കിൽ സാധിക്കില്ല. എന്താണെന്നറിയാമോ? അത് നടന്നത് 2011. 2011 നിയമം ജുവനൈൽസിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ, നമ്മുടെ കുട്ടിയൊക്കെ അറിഞ്ഞുകൂടാ, ഒരു ഫുള്ളായിട്ട് മെൻ്റൽ ഡെവലപ്മെൻറ്റ് വരാത്ത ഒരു ഘട്ടത്തിലാണ് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്. ഇൻ്റർനാഷണൽ ബേസിസിലുള്ള നിയമമാണ് നമ്മൾ നടപ്പാക്കിയിരുന്നത്. പക്ഷേ നിർഭയ കേസ് വന്നപ്പോൾ അവിടെയും പൊളിച്ചെഴുത്ത് വന്നു. 2013 ക്രിമിനൽ അമെൻമെൻറ്റ് ആക്ട് വന്നത്. ഇന്ന് അവിടെ വന്നാൽ വ്യത്യാസമുണ്ട്. 16 വയസ്സ് കഴിയുമ്പോൾ അത് ആ രീതിയിലല്ല ഇനി കൈകാര്യം ചെയ്യേണ്ടത്. അന്ന് അങ്ങനെയല്ല. അപ്പോൾ അത് നിയമം മാറുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം വരുന്നത്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു കാലത്ത് നിലവിലില്ലാതിരുന്ന ഒരു നിയമം അനുസരിച്ച് ഒരാളെയും ശിക്ഷിക്കാൻ ഒക്കില്ല. 100% തീർച്ചയാണ്. 2013 മാറ്റം അനുസരിച്ച് 2011 സംഭവത്തിന് ശിക്ഷിക്കാൻ ഒക്കില്ല. ഇന്നാണെങ്കിൽ വ്യത്യാസമുണ്ട്, ശിക്ഷിക്കപ്പെടും. ഈ നിയമം മാറ്റിയെന്ന് അദ്ദേഹം പറയുമ്പോൾ ശിക്ഷ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രായത്തിൻ്റെയൊക്കെ മാറ്റി ഈ റേപ്പ് ലോയിൽ എന്ത് മാറ്റം വരുത്തി ഇവിടെ? ഇന്ന് 13-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും നടന്ന റേപ്പ് പോലത്തെ റേപ്പ് അല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 2016 നടക്കുന്ന റേപ്പിന് പല മാനങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ കൺസെൻറ്റും വില്ലും വെച്ചുകൊണ്ടുള്ളതായ റേപ്പാണ് പറയുന്നത്. ആ റേപ്പ് ലോ തന്നെ ഡിഫൈൻ ചെയ്തിട്ട് ഇന്നത്തെ നിലയിലേക്ക് ആക്കി മാറ്റാനായിട്ട് ഒരാളും ശ്രമിച്ചിട്ടില്ല. ചെറിയ ചെറിയ പാച്ച് വർക്ക്, അതായത് അവിടെ നിന്ന് അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു, ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നല്ലാതെ സബ്സ്റ്റാൻഷ്യലായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അന്ന് റേപ്പിനെ പറ്റി ചർച്ചപ്പോൾ ഞാനൊരു ഡെഫിനേഷൻ ആ യൂണിവേഴ്സിറ്റി ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ അവതരിപ്പിച്ചു. ആ റേപ്പിൻ്റെ ആ ഡെഫിനിഷൻ പോലും ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും പറയുന്നത് നമുക്ക് 13-ാം നൂറ്റാണ്ടിലെ ആ റേപ്പാണ് ഇപ്പോഴും നടക്കുന്നത്. അത് വയ്ക്കുമ്പോഴാണ് ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരുടെ ചൈൽഡ് റേപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ലോകം മുഴുവനും ഈ വിഷമിക്കുന്നതായ റേപ്പുകളെ പോലും നിസ്സാരവൽക്കരിച്ച് ക്രൂരമായ റേപ്പ് നിസ്സാരവൽക്കരിച്ച് 25% റേപ്പ് കേസിന് ശിക്ഷിക്കപ്പെടുന്നത് 75 വെറുതെ വിട്ടുപോണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു അഭിഭാഷകനാണ്. എനിക്ക് ആ അഭിപ്രായത്തോട് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ഞാൻ യോജിക്കുന്നേ ഇല്ല. റേപ്പ് ലോയിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. റേപ്പ് കേസസിനകത്തെ കൺവിക്ഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 99% ആണ്. സാക്ഷി പറഞ്ഞ കേസ് ശിക്ഷിക്കുന്നുണ്ട്. ഇപ്പം പ്രതിഭാഗത്ത് നിന്ന് റേപ്പ് കേസ് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. അതുകൊണ്ട് ആ പറയുന്നത് ഒട്ടും ശരിയല്ല. കേരളത്തിലല്ല, ഓൾ ഓവർ ഇന്ത്യ റേപ്പിന് കൺവിക്ഷൻ ഓൾമോസ്റ്റ് 100% കൺവിക്ഷൻ. പിന്നെ അപ്പീൽ കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി പ്രതി ഒരു 4-5 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ആ വക്കീലിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്ന് വിചാരിച്ച് ജഡ്ജി ഒരുപക്ഷെ ആ ശിക്ഷയ്ക്കകത്ത് എന്തെങ്കിലും റിലാക്സേഷൻ കൊടുക്കും. ഇത് സത്യമായ കാര്യമാണ്, കോടതി നടക്കുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മിനിമം സെന്റൻസ് 10 വർഷം ഇല്ലാതെ റേപ്പ് കേസിനകത്ത് ശിക്ഷിക്കപ്പെടുക. മാഡം അപ്പീൽ ബെയിൽ പോലും കിട്ടുന്നില്ല. ഇപ്പൊ കേരള ഹൈക്കോടതി ശരിയാണ് മാഡം. ഞാൻ എന്റെ കേസിന്റെ ഡേറ്റ വെച്ച് ഞാൻ പറയാം. 10 വർഷം ശിക്ഷിക്കപ്പെട്ട ആൾക്ക് ബെയിലിൽ അപ്പീൽ കോടതിയിൽ ബെയിലില്ല. അപ്പീൽ കോടതിയിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള റിപ്പോർട്ടഡ് കേസസ്, ചാർജ് ഷീറ്റഡ് കേസസ്, കൺവിക്റ്റഡ് കേസസ് എടുത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റേപ്പ് കേസസിനകത്ത് 80% കേസസ് ഫോൾസ് കേസസ് ആണ്. അതാരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അത് സംസാരിക്കുന്നവൻ പിന്തിരിപ്പനാവും. റേപ്പ് കേസിൽ 90% ഫോൾസ് കേസാണ്. ആ ഫോൾസ് കേസ് ശിക്ഷിക്കപ്പെടെന്ന് പറഞ്ഞാൽ എങ്ങനെ ന്യായീകരിക്കപ്പെടും? 2013 ഇതുപോലെയുള്ള 3-4 വകുപ്പുകൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ വെറുതെ ഒരു സിമ്പിൾ റേപ്പല്ല, ആ കുട്ടിയുടെ അവയവങ്ങളിൽ ക്രൂരമായിട്ട് കൈകടത്തുകയും അതുപോലത്തെ ആക്രമിക്കുകയും ചെയ്താൽ ഡെത്താണിപ്പോൾ.
അപ്പോൾ ഇത് മാറുന്നുണ്ട്. ഇത് പക്ഷേ ഇത് മാറുന്നത് ഇനി ഈ 2013 കഴിഞ്ഞുള്ള ഒഫൻസിനെ ബാധിക്കൂ, ഇവരുടെ കേസിൽ ബാധിക്കും. റേപ്പിന്റെ ഡെഫിനിഷൻ സെക്ഷൻ എടുക്കുക, ആ പാച്ച് വർക്ക് എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇതിപ്പോ ഈ പറയുന്ന മാതിരി എല്ലാ നിയമത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം നിയമം ചെയ്യും എന്ന് പറയുന്നു. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ ഇവിടെ പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുജനത്തിന് പൊതുവേ ഉണ്ട് സാർ. ഞാൻ മറ്റൊരു ഈ കാര്യത്തിലേക്ക് കേസിൽ നമുക്ക് കാത്തിരിക്കാം. ഈ കേസിൽ ഈ പറഞ്ഞ വകുപ്പുകളെല്ലാം ബാധിക്കുന്നില്ലേ, ഈ പറഞ്ഞ ശിക്ഷ കിട്ടുന്നില്ലേ എന്ന് നോക്കും. നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് നോക്കും. ഇവിടെ പ്രധാനമായി വരുന്ന 2 പ്രശ്നങ്ങൾ. ഇവിടെ നിയമങ്ങൾ വളരെ ശക്തവും ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഇവിടെ കാലാകാലങ്ങളായിട്ട് പരിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ 2 പ്രശ്നങ്ങൾ വരുന്നത്, ഒന്ന് പൊതുജനത്തിന് പ്രധാനമായും സ്ത്രീകൾക്ക് അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല. 2 ഉദ്യോഗസ്ഥ മേഖലയിലും രാഷ്ട്രീയ ജനപ്രതിനിധി മേഖലയിലുമുള്ള അഴിമതി, അത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ, ഈ 2 കാര്യങ്ങൾ വരുമ്പോഴാണ് പാളിച്ചകൾ ഉണ്ടാകുന്നത്. സീമയോട് എനിക്ക് ചോദിക്കാനുള്ള, ഇത്രയേറെ പരിരക്ഷണം നിയമത്തിൽ സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇന്നും സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും എന്തെങ്കിലും പരിരക്ഷണം പുറമെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ പറയുന്ന എഴുത്തുകുത്തുകളിൽ മാത്രമാണ്, നിയമത്തിൽ മാത്രമാണുള്ളത് അല്ലെ? അതാണ് അതിൽ ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടെയുള്ള, അതായത് നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചകളുണ്ട്, പാളിച്ചകളുണ്ട്. നടപ്പിലാക്കുന്നതിൽ പാളിച്ചകളുണ്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ ബാഹ്യമായ ചില ഇടപെടലുകൾ, പിന്നെ ഈ അവബോധമില്ലായ്മ. നിയമത്തിൽ പരിരക്ഷണങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. ഇപ്പം നമ്മളോട് ഇടയ്ക്ക് നമുക്ക് സ്ത്രീകൾക്കെല്ലാം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്കൊരു ആപത്ത് ഘട്ടത്തിൽ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ രക്ഷിക്കാൻ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പോ എത്തിയിരിക്കുമെന്ന് പറയുന്നു. ഇത് എപ്പോഴും ഒരു ഒരു അടിസ്ഥാന വർഗം കഴിഞ്ഞിട്ട് ഉള്ള ആളുകൾക്ക് മാത്രം, അതായത് സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള, അതായത് അപ്പൊ സാധാരണക്കാരന് ഇതൊന്നും വേണ്ട. ഞാൻ ആദ്യം തുടങ്ങിയിടത്തേക്ക് വീണ്ടും വരികയാണ്. ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്. നിയമങ്ങൾ മാറ്റാം, മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വനിതാ ഹെൽപ്പ് ലൈൻ വെക്കാം, കൺട്രോൾ റൂമിലെ നമ്പറുകളെ പരസ്യപ്പെടുത്താം. ഇത്രയാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സർക്കാരിന് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നല്ലോ. ഞാൻ മുമ്പ് ഒരു പരിപാടിയിൽ പറഞ്ഞ അതേ സംഭവം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ ഒരു ട്രെയിനിൽ കയറുമ്പോൾ, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഞാൻ കയറുമ്പോൾ, ഒരു സന്ധ്യാസമയത്ത് ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരേ ഒരു സ്ത്രീയെ ഉണ്ട്. അത് സ്ത്രീ പോലീസ്, വനിതാ പോലീസ് ആയിരുന്നു. ആ വനിതാ പോലീസ് ഞാൻ കയറിയപ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗ്, ഹാവ് മാഡം വന്നു, ഇനി എനിക്ക് സമാധാനമായി. അല്ല, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ല ഈ വസ്ത്രം ധരിച്ചിട്ട് പേടിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ? അപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യാനാ മാഡം? ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, നടപ്പിലാക്കേണ്ട ഹ്യൂമൻ പാർട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസേൺഡ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത്. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ ആളുണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, 3 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ റെസ്പോൺസ് ഉണ്ടാകണം. അതുപോലെ വനിതാ ഹെൽപ്പ് ലൈനിൽ വിളിച്ചാൽ ആളുണ്ടാകണം, അത് സെൻസിറ്റീവായിട്ട് ഡീൽ ചെയ്യാനുള്ള പരിചയം ഉണ്ടാകണം. അങ്ങനെയുള്ള ആളുകളുടെ കുറവാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എടുക്കുന്ന അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ കുറവാകാം, പോരായ്മയാകാം, അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ പോരായ്മയാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രതിബദ്ധത എന്നുള്ളതുണ്ട്. കമ്മിറ്റ്മെൻറ്റ്, ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സമർപ്പണം, അതിൻ്റെ കുറവാണ്. അല്ലെങ്കിൽ ഇയാൾ ഫിറ്റാണോ എന്ന് ആര് പരിശോധിക്കുന്നു? പരീക്ഷ എഴുതി ജയിച്ചു, ഇൻ്റർവ്യൂവിന് ചെന്നു, 10 മാർക്ക് കിട്ടി, ഉടനെ തന്നെ ജോയിൻ ചെയ്യും. അതെ സാർ, ഇത് കഴിഞ്ഞ് ട്രെയിനിങ് എന്നൊരു വിഭാഗമില്ലേ? ട്രെയിനിങ് എന്താ, കുറേ നിയമം പഠിപ്പിക്കുന്നു, അല്ലാതെ എന്താണ്? ഫിസിക്കൽ ട്രെയിനിങ് ഒന്നുമില്ലേ? ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം പെടില്ലേ? ഈ സ്ത്രീകൾക്ക് ജൂഡോ പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണ്ടേ സർ? എന്റെ അത് ഡിപ്പാർട്ട്മെന്റിന്റെ വകയല്ലേ? അത് PSC അല്ലല്ലോ, അത് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതല്ലേ. ധൈര്യം കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ധൈര്യം മാത്രമല്ല, നമ്മളെല്ലാം ഇങ്ങനെ വേറൊരാളുടെ തലയിൽ കൊണ്ട് വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ സാർ. അല്ലല്ല, വേറൊരാളുടെ തലയിലല്ല ഞാൻ പറഞ്ഞത്. ആ
ഫുള്ളി ആ വ്യക്തി പോലീസിൽ ജോലി ചെയ്യാൻ അൺഫിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് കേരളത്തിലെ JNU എന്നറിയപ്പെടുന്ന കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ്. ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളെ അപേക്ഷിച്ച് വളരെയധികം ലിംഗ തുല്യത ഉള്ള ഒരു ക്യാമ്പസാണ്. ഞങ്ങളുടെ കുട്ടികൾ നന്നായി ആണും പെണ്ണും നന്നായി പേപ്പർ പ്രസൻറ്റ് ചെയ്യുകയും നന്നായി ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്യുമ്പോഴും അവർ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ക്യാമ്പസിൽ നിൽക്കുമ്പോൾ അവർ വീറോടെ ലിംഗ തുല്യതയെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ ഇവിടെ നിന്ന് പോലെ MA MPhilഉം PhDയും കഴിഞ്ഞ് പോകുന്ന പല പെൺകുട്ടികളും ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ചുറ്റുപാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ പരമ്പരാഗതമായ കേരളത്തിലെ ആൺപെൺ വിവേചനത്തിന് വിധേയരായി മാറുകയാണ് ചെയ്യുന്നത്. വിദ്യാസമ്പന്നരായ പല പെൺപിള്ളേർക്കും പലപ്പോഴും അവരിവിടെ വെച്ച് വീറോടെ പറയുന്നെങ്കിലും അവർ സ്ത്രീധനം മാത്രം നോക്കി വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട ഗതികേട് കേരളത്തിൽ വരുന്നുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള വിവാഹ ജീവിതത്തിലേക്ക് പോവുക, പിന്നെ ജോലി ചെയ്യാൻ സ്ത്രീയെ വിടാതിരിക്കുന്ന ഇത്രയേറെ പുരോഗമിച്ചിട്ടും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നും സമൂഹം നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പോഴും പറയാം, അപ്പോൾ നിങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസം മോശമായിരുന്നു എന്ന് വേണമെങ്കിൽ സാറിന് പറയാം, ഞങ്ങളെ നോക്കി പറയാം, അത് ശരിയാണ്. അപ്പോൾ അവിടെ മാറേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മനോഭാവമാണ്. മൊത്തം മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. അത് എല്ലാ ഇടങ്ങളിലും സമൂഹത്തിൻ്റെ എല്ലാ സൂക്ഷ്മ തലങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാഠ്യപദ്ധതികളിൽ, മതങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, കുടുംബങ്ങളിൽ, എല്ലായിടങ്ങളിലും സമൂലമായ മാറ്റം വരുത്തിയാലേ പറ്റൂ. സൂക്ഷ്മ തലങ്ങളിൽ ആ മാറ്റം ഉണ്ടെങ്കിലേ ഈ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് തിരികെ എത്താം. പിഞ്ചു കുഞ്ഞാണെങ്കിലും സാരമില്ല, പെൺകുട്ടിയാണോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരമാണോ, അതിന് പ്രായഭേദം ഒന്നുമില്ല. അത് 1.5 വയസ്സായ കുട്ടിയാണെങ്കിലും 80 വയസ്സായ വൃദ്ധയാണെങ്കിലും 18 വയസ്സായ പെൺകുട്ടിയാണെങ്കിലും ഇത്തരം കാമ വൈകൃതമുള്ളവൻ്റെ എന്ത് മനഃശാസ്ത്രം ഇത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയയും അതൊരു വിഷ്വൽ മീഡിയയും പിന്നെ ഇന്ന് ഇപ്പം ഈ വനിതാ കമ്മീഷൻ, അതുപോലെ ഈ വിമൻ ആക്ടിവിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ ഒക്കെ ഇങ്ങനെ ഇപ്പം ഈ ചർച്ച ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരു ധൈര്യം കിട്ടുകയും അത് വെളിയിലേക്ക് വരികാനായിട്ട് പിന്നെ ഈ ചൈൽഡ് ലൈൻ ഹെൽപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വഴി സ്കൂളൊക്കെ വഴി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതായ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് ഈ സുഗതകുമാരി മാഡം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയതിനു ശേഷമാണ് ഈ റേപ്പുകൾക്ക് ഇത്രമാത്രം റിപ്പോർട്ടിങ് വന്നത്. അതിനു മുമ്പ് ഇത്രമാത്രം റിപ്പോർട്ടിങ് ഇല്ല. ഇപ്പം അതിനുശേഷം ഈ ഡൽഹിയിലെ അതുപോലെ വന്നതിന് ശേഷം വീണ്ടും കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയേണ്ട, മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ അത് ശ്രദ്ധയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മ, ജിഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ അമ്മയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല സങ്കടവും പ്രയാസങ്ങളും. പക്ഷെ പൊതുവെ പോലീസിന്റെ ഒരു പരാതി ഉണ്ടായിരുന്നു, ചുറ്റുപാടുള്ളവർ സഹകരിക്കുന്നില്ല കേസുമായി. എന്തായിരുന്നു അത്? ഇതാണ് ഈ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ആണും തൂണുമില്ല, ഞാനും കുട്ടിയും തന്നെയാണ് താമസിക്കുന്നത്. വീടിൻ്റെ അടുത്ത് കനാല് പൊളിച്ച് ഞങ്ങൾ ഇറങ്ങി കനാൽ മുറിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. തൊട്ടടുത്തുള്ളവന് വഴി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോകണമെങ്കിൽ ഫ്രണ്ടിലേക്കാണ് വീടിൻ്റെ വണ്ടി പോകാൻ വഴി ഒരു പാലം ഇടുന്നത്. ഇത് അടുക്കളയുടെ പുറകുവശത്തൂടെ പോകാനാണ് അവൻ പാലം ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ മോളും തന്നെക്കാണ്, ഞങ്ങൾക്ക് ഇവിടെ പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഈട് പൊളിച്ചിട്ടാണ് അവൻ പാലം കയറ്റി വെച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് നിങ്ങൾ പണിത് ഇത് ചെയ്തു കഴിഞ്ഞാൽ രാത്രി എനിക്ക് എൻ്റെ കുട്ടിക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ട് ഇവരാരും കേട്ടില്ല. ഈ പാലം പണിതിട്ട് രാത്രി കള്ളും വെള്ളവും ബ്രാൻഡി എല്ലാം കൊണ്ടുവന്ന് പാലത്തങ്ങ വെച്ച് രാത്രി 2 ആണുങ്ങളെ ഉറക്കം നിന്ന് ഇത് ഇടിച്ചു പൊളിച്ച് കളയുമെന്നും പറഞ്ഞ് ഞങ്ങളുടെ അവിടെ ആ വാതൊക്കെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. ഈ പാലം പണിത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു സാറേ, ഒരു 7 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വാതിലടയ്ക്കും. സന്ധ്യവിളക്ക് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞാൽ വാതിലടയ്ക്കും. അതുവരെ ഒരു കുഴപ്പമില്ല. ആ വാതിൽ അങ്ങോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുന്ന ശബ്ദമില്ല. വണ്ടി ഷാർട്ടാക്കുമ്പോഴാണ് നമ്മൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മുടെ വാതിക്കേന്ന് സ്കൂട്ടർ, കാറ്, വിലപിടിപ്പ് വലിയ വലിയ കാറുകൾ, വലിയ വലിയ ആളുകൾ ഈ അടുത്ത രാത്രി ഞങ്ങളുടെ മുറ്റത്തിൻ്റെ വാതിക്കേന്ന് എന്തിനങ്ങനെ പോകുന്നു? ഈ വണ്ടി വന്ന ശബ്ദം കേൾക്കുന്നില്ല, ഷാർട്ടാക്കി എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കേൾക്കുന്നത്. അപ്പം അത് ഈ അടുത്തുള്ളവൻ
ഞാൻ പറഞ്ഞു പാലങ്ങനെ പണിയരുത്, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം പറഞ്ഞു എൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പാലം പണിതത് എന്ന്. അവൻ ഇതുവരെ വീട് പണിതിട്ടുമില്ല. അവരുടെ സ്ഥലം അച്ഛനുള്ള കാലത്ത് അത് അളന്ന് തിരിച്ച് കുറ്റിയടിച്ച് മക്കൾക്കെല്ലാം വീതം കൊടുത്താൽ ഈ വീതം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്കൊരു ചകഞ്ഞ് മാന്തിയാണ് ഞങ്ങളെ ശല്യം ചെയ്തത്. കുറച്ച് ആണുങ്ങളെ കൊണ്ട് കൊണ്ടുവരും, സ്ഥലം മേടിക്കാനാ അളക്കും. പക്ഷെ ഇവർ മേടിക്കലില്ല. ഒരു എഴുത്തുകാരിയാണ് അല്ലേ, ഒപ്പം സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുന്ന പെൺകുട്ടികളുമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിൽ അർത്ഥമില്ല. അവർക്ക് എവിടെ നിന്നാണോ ഏറ്റവും അടുത്ത സഹായം കിട്ടുന്നത് എന്നുള്ള അങ്ങനെയുള്ള ഒരിടത്തിലേക്ക് അവർ എത്തിക്കുന്നു. അതാണ് ചെയ്യാറ് സാധാരണ. അത് വിക്ടിംസിനെ, അതല്ലാതെയുള്ള അരക്ഷിതാവസ്ഥയിലുള്ള പെൺകുട്ടികളെ എങ്ങനെയായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സമൂഹത്തിൽ അവർ അതിജീവിക്കേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ശരീരം മനസ്സ് എന്നുള്ള രണ്ട് അവസ്ഥകളുണ്ട് പെൺകുട്ടികൾ. പലപ്പോഴും ശരീരം മലിനമാകുന്നു, കളങ്കിതമാകുന്നു എന്നുള്ളൊരു പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റ് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് സ്ത്രീകൾക്ക് വന്നിരിക്കുകയാണ്. പലപ്പോഴും ചാരിത്ര്യം, പാതിവൃത്യം എന്നൊക്കെ ഉള്ള ആ ഒരു പഴയ കൺസെപ്റ്റിൽ നിന്നും മാറി ശരീരവും മനസ്സും ഒന്നുപോലെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ റേപ്പ്, അസാധാരണ റേപ്പ് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനോടൊപ്പം മുറിപ്പെടുന്ന മറ്റൊരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ശരീരത്തിന് അങ്ങനെ പറ്റുന്നത് അത് അഗാധമായുള്ള മുറിപ്പെടുത്തലുകൾ, മരണം വരെ സംഭവിക്കാവുന്ന മുറിപ്പെടുത്തലുകളല്ലാതെ ഒരു റേപ്പ് എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഒരു അഴുക്ക് പറ്റുന്നത് പോലെ, നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഒരു മുറിവ് പറ്റുന്നത് പോലെ മാത്രം കരുതേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് അങ്ങനെ ഒരു വിക്ടിം എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക. സീമയ്ക്ക് 2 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. എന്താണ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം? ചുറ്റുപാടുകളെ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കി ഇടപെടുക, അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഒരു നിസ്സഹായാവസ്ഥയിലെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, എന്ത് രീതിയിലായിരിക്കും അവർക്ക് ധൈര്യം? നിസ്സഹായാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആർക്കും വേണം. ഇപ്പൊ തനിച്ച് യാത്ര ചെയ്യാം അല്ലെ, ചിലപ്പോൾ ബസ് കിട്ടാതെ വരാം, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അത്തരം സാഹചര്യം എങ്ങനെ തരണം? കാരണം കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ സ്റ്റുഡൻസിനോടും ഒക്കെ പറയാറുള്ളത്, നിങ്ങൾ വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ നടക്കുകയും ഇടപെടുകയും ചെയ്യും. ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നൽ പ്രകടിപ്പിക്കാതെ വളരെ ബോൾഡായി പേടിച്ച് അരണ്ടു നിൽക്കുന്ന ഒരു രീതിയായിരിക്കരുത്. വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ നിങ്ങളുടെ കാര്യം നോക്കി നടന്നു പോയി. വണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, യാത്ര ചെയ്യുമ്പോഴങ്ങനെ, എപ്പോഴാണെങ്കിലും പേടിച്ചേറേണ്ട ഒരു ശരീരഭാഷ. കാരണം ഇവിടെ ഞാൻ പൊതുവെ കാണുന്ന, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, കേരളത്തിലെ സ്ത്രീകൾ കാലാകാലങ്ങളായി കിട്ടിയ ഒരു അവബോധം വെച്ച് ഒരുതരം അപകർഷതാബോധത്തോടു കൂടിയാണ് പൊതു ഇടങ്ങളിൽ നിൽക്കുന്നത്. പൊതുയിടങ്ങൾ എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഷോപ്പിംഗ് മാളുകൾ, കടകൾ, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും പുരുഷൻ നിൽക്കുന്നത് പോലെ, പുരുഷൻ ഇടപെടുന്ന പോലെയല്ല സ്ത്രീകൾ നിൽക്കുക ഇടപെടുകയും ചെയ്യുന്നത്. പുരുഷൻ ഉറക്കെ സംസാരിക്കുന്നു, ഉറക്കെ ചിരിക്കുന്നു, ഇതുപോലെയുള്ള ഒരു ബോൾനെസ് പലപ്പോഴും സ്ത്രീകൾ കാണിക്കാറില്ല. ശരീരഭാഷയിലുള്ള ഈ ഒരു അപകർഷതാബോധത്തെ സ്ത്രീകൾ മറികടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇത് അവനവനിൽ സൂക്ഷിക്കേണ്ട ഒരു ബോൾനെസ് ഉദ്ദേശിച്ചത്. അതേസമയം നമുക്ക് തൊട്ട് പരിസരത്ത് ഒരു ബോൺ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി, നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു തികഞ്ഞ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികൾ ആരെങ്കിലും ആണെങ്കിൽ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അവരോട് പോരടിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അവരെ കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമമുണ്ട്. അല്ലാതെ പൊതുവിൽ നമ്മൾ സമൂഹത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറേ കൂടി ഇന്ന് നമ്മൾ ശീലിച്ചു പോകുന്ന ആ രീതികളൊക്കെ ഒന്ന് മാറി വളരെ തൻ്റെ ഇടത്തോടു കൂടി നടക്കാൻ നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിക്കുക, അതിന് തയ്യാറാവുക. അല്ല പരമ്പരാഗതമായിട്ടുള്ള നാണിച്ചു നിൽക്കുക, അടക്ക ഒതുക്കുക എന്നൊക്കെ നമ്മൾ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ പെണ്ണത്തത്തിൻ്റെതായ ശീലങ്ങളുണ്ടല്ലോ. പക്ഷെ അതേ തൻ്റെ ഇടം തന്നെ ഇപ്പൊ ജിഷയെ തന്നെ പലരും അങ്ങനെയും വിമർശിച്ചിരുന്നു. വിമർശിക്കുന്നവർക്ക് എന്ത് വിമർശിക്കുക? സൗമ്യ മറിച്ചാണല്ലോ പറയുന്നത്. അപ്പം വിമർശിക്കുന്നവർക്ക് എന്തും വിമർശിക്കാം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് തന്നെ എനിക്ക് തിരികെ പോകേണ്ടി വരും. സമൂഹത്തിൻ്റെ മെൻറ്റാലിറ്റി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ അവഗണിക്കുക എന്നുള്ളതാണ്. അവരെക്കുറിച്ച് നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു ഓഫൻസ്, അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത പോലീസ് കേന്ദ്രങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുകയും അതിനനുസരിച്ച് നിയമ നടപടികൾ, അതിനാണ് പറഞ്ഞത് സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഏത് ഈ പറയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
പൊതുവെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ബസ്സിൽ യാത്ര പരിചയമുള്ള കുട്ടികൾ അങ്ങനെ വന്ന് പറയാറുണ്ടോ? ഇഷ്ടം പോലെ പറയാറുണ്ട്. വളരെ മോശമായിട്ട് അവരുടെ നേരെ വന്നെടുക്കുകയൊക്കെ. അപ്പം നമ്മൾ പറയും ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉടനെ അവരോട് എതിരിടാനൊന്നും പോകണ്ട, എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസുകാർ, മിക്കവാറും ഇപ്പം പൊതുവെ ടൗണുകളിലൊക്കെ തന്നെയും എവിടെയെങ്കിലുമൊക്കെ പോലീസുകാർ ഉണ്ടാവും, അത്തരത്തിലുള്ള പെട്ടെന്ന് നിയമ സംരക്ഷണം നൽകുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുക. അതേസമയം സാധാരണ നിങ്ങൾ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്ന് ബസ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒറ്റപ്പെട്ടാണ്. അവിടെ പേടിച്ചേറേണ്ട മുഖഭാവത്തോടെ ശരീരഭാഷയോടെ ഒന്നും അല്ല നിൽക്കേണ്ടത്. വളരെ ബോൾഡായിട്ട് വളരെ തൻ്റെ അടുത്തോടു കൂടി നടന്നു പോകുക. കാരണം നമുക്കാരെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ കുറ്റകൃത്യവാസനയുള്ള ആൾക്കാർ ഏത് തരത്തിലും പെരുമാറിയെന്നിരിക്കും. അത് സംരക്ഷിക്കേണ്ടത് നിയമമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ചെറിയ കുട്ടികളായാലും അവർ വളർന്നു വരുമ്പോഴും അവരുടെ മാതാപിതാക്കളോടും അധ്യാപകരോടും എന്തും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ വീടുകളിലും വിദ്യാലയങ്ങളിലും ഉണ്ടാക്കി കൊടുക്കുക. എന്തും അവരൊന്നും ഒളിച്ചു വെക്കാതെ നമ്മളോട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും കൗൺസിലിംഗ് നിർബന്ധിതമാക്കുക. ഈ നിർഭയ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന അതിപ്പോ എത്രമാത്രം പ്രാവർത്തികമാക്കിയതിന്റെ എക്സാമ്പിളാണ് അദ്ദേഹം പറഞ്ഞ നിയമത്തിൽ വന്ന അമെൻമെന്റ്. റേപ്പ് ലോ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ മാറി, റേപ്പിന്റെ പ്രോസിക്യൂഷന്റെ രീതി മാറി. എൻ്റെ പ്രോസിക്യൂഷൻ നേരത്തെ ഇൻ ക്യാമറ ട്രയലാണ്. ഒരുപാട് അതിൻ്റെ ശിക്ഷാവിധി മാറി. ജുവനൈൽ റേപ്പ് കേസിൽ പ്രതിയാണെന്നുണ്ടെങ്കിൽ ജുവനൈൽ ബോർഡിൽ കൊണ്ടുവന്നിട്ട് ജുവനൈൽ ബോർഡ് തീരുമാനിക്കും ഇയാൾ അഡൽട്ടായിട്ട് ട്രൈ ചെയ്യണോ, അല്ലേ സർ, ഇയാൾ അഡൽട്ടായിട്ട് ട്രൈ ചെയ്യണോ അതോ ഇയാളെ ജുവനൈലായിട്ട് ട്രൈ ചെയ്യണോ എന്നുള്ള അവർ തീരുമാനിക്കും. എന്നിട്ട് അവർ ഇയാൾ അഡൽട്ടായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ സാധാരണ ഒരു അഡൽട്ടിനെ ട്രൈ ചെയ്യുന്ന പോലെ തന്നെ അയാളെ സെഷൻസ് കോടതി ട്രൈ ചെയ്യും. അല്ല, അതൊക്കെയാണ് ആ കോടതി നിയമമാണത്. അതൊക്കെ ലേറ്റസ്റ്റ് ശരിയല്ലേ സർ ഞാൻ പറഞ്ഞത്? കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്തു. റേപ്പിന് നിയമപരമായിട്ടുള്ളതായ ഒരു ആംഗിൾ മാത്രമല്ല, ഇതിന് മൾട്ടി ഡയമെൻഷനിലാണ്. അതിനകത്ത് സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ക്രിമിനോളജിക്കൽ ആസ്പെക്ട്, വിക്ടിമോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്. ഞാൻ റേപ്പിനെ പറ്റി ഒത്തിരി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് മനസ്സിലായിട്ട് വിക്ടിമൈസർ റിലേഷൻസ്, അതായത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയും ഇരയാക്കി എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എടുക്കുമ്പോൾ നമ്മൾ റേപ്പുകൾ നമ്മൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ റേപ്പ്, 10-നും 16-നും ഇടയ്ക്കുള്ള കുട്ടികളുടെ റേപ്പ്, 16-നും 30-നും ഇടയ്ക്കുള്ള റേപ്പ്, 30-നും മുകളിലേക്കുള്ള റേപ്പ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ നിയമത്തിന്റെ ആ ഒരു കുമ്പത്തിൽ കൂടി നോക്കിയിട്ട് ബാക്കിയൊന്നും കാണാതെ നമ്മൾ പറഞ്ഞ ശരിയായില്ല. ഈ റേപ്പ് കേസ് എന്ന് പറഞ്ഞ് വരുന്ന കേസുകളിലൊക്കെ ഒരു വിക്ടിമോളജിക്കൽ ആംഗിളുണ്ട്. ആ വിക്ടിമോളജിക്കൽ ആംഗിളൊന്നും നമ്മൾ വിലയിരുത്താതെ നമ്മൾ അമെൻമെൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യം ഈ വില്ലും കൺസെൻറ്റ് എന്നുള്ള തോമസ് അക്വീനാസിൻ്റെ ആ കൺസെപ്റ്റ് ഇത് മനഃശാസ്ത്രത്തിന് പോലും മനസ്സിലാവാത്ത കൺസെപ്റ്റ്. ഇപ്പോഴും ഞാൻ വിദേശ രാജ്യങ്ങളുടെ റേപ്പ് ലോ എടുത്തിട്ടുണ്ട്. ആ റേപ്പ് ലോയിലൊന്നും ഈ ബില്ലും കൺസെൻറ്റും ഒന്നും ഞാൻ കാണുന്നില്ല. അമേരിക്കൻ ലോയിലുണ്ടല്ലോ, അമേരിക്കൻ ലോ ഞാൻ കാണിച്ചുതരാം. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. പുസ്തകം എഴുതാനും വേണ്ടി ബില്ലും കൺസെൻറ്റും ഒന്നുമില്ല. പിന്നെ ആ ബില്ലും ശരിയല്ല, ഇംഗ്ലീഷ് ലോയിലുണ്ട്, അമേരിക്കൻ ലോയിലുണ്ട്. അല്ലെങ്കിൽ ജഡ്ജി പറയട്ടെ. ഇനിയും പെയ്തൊഴിയാതെ തുടരുന്നു ഒരിടവേളയ്ക്ക് ശേഷം. പേരെന്താ? അഖില. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? +1. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വാർത്തകളൊക്കെ ഇപ്പൊ സൗമ്യ അല്ലെങ്കിൽ ഡൽഹി ഗാങ് റേപ്പ്, ജിഷ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഭയം തോന്നാറുണ്ടോ? ഭയം തോന്നും. എന്താണ് വീട്ടിൽ നിന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്നത്? എന്ത് ഉപദേശമാണ് അച്ഛനമ്മമാർ തരുന്നത്? വളരെയധികം ശ്രദ്ധിച്ചു പോകും. നല്ല ശക്തിയായിട്ട് പറ. ഇനിയൊന്നും ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. പെൺകുട്ടികളെ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത്? ബോയ്സിന്റെ അടുത്തൊന്നും കൂടുതൽ ഇടപഴകാതെ. കണ്ടില്ലേ, ഇതാണ് എല്ലായിടത്തും പഠിപ്പിച്ചുവിടുന്നത്. അധ്യാപകർ വരെ പഠിപ്പിച്ചുവിടുന്നത് ഇതാണ്. ആണിനെ കണ്ട സംസാരിക്കരുത്. സിബി മാത്യു സാറിന്റെ മകനാണല്ലേ? എന്താ പേര്? എഡ്വിൻ. എന്ത് ചെയ്യുന്നു എഡ്വിൻ? ഞാൻ പഠിക്കുവാണ് ഇപ്പം. ഏതിന്? MBA. ഓ, ഓക്കെ, പറയൂ. ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും എല്ലാം കൗൺസിലിംഗ് അത്യാവശ്യമായിട്ട് വേണം. കാരണം ഇപ്പോൾ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് റിപ്പറ്റേറ്റീവായിട്ട് വരാറുണ്ട്. അപ്പം ഒരു കൗൺസിലിംഗ് വരുവാണെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് തന്നെ വേണം. അതല്ലാതെ ഇപ്പോൾ ഇഷ്ടമുള്ളവർ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഓഡിയൻസേ അവർ പോകാറുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഗവൺമെൻറ് തന്നെ ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൺ പെൺ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പെരുമാറുന്ന രീതിയിൽ വ്യത്യാസം കാണിക്കാറുണ്ടോ നിങ്ങൾ ആൺകുട്ടികൾ? അത് ഇപ്പം ഒരു ഫ്രണ്ട്സിനെ സർക്കിളിനകത്ത് തന്നെ നമുക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അല്ലാതെ വല്ലപ്പോഴും കാണുമ്പോൾ ഹായ് മാത്രം പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്.
ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടുള്ള നമ്മുടെ ബിഹേവിയർ വ്യത്യാസമായിരിക്കും. അതിപ്പോൾ ആണായാലും പെണ്ണായാലും. ഇദ്ദേഹം ഒരു വനിതാ പോലീസാണ്. ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന് പിടിച്ചേ സാർ കാണേണ്ട ഒരു അവസ്ഥയാണ്. സാർ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ PSC വഴി ഒന്ന് പറഞ്ഞു, ഒന്ന് കൊടുത്തേ, ഒന്ന് എങ്ങനെയാണ് സാർ എന്നെ ഒന്ന് സംരക്ഷിക്കൂ എന്ന് ഞാൻ ഇവരുടെ അടുത്ത് എങ്ങനെ സാർ പറയും? ഇവർ യൂണിഫോം ഇട്ട് വന്നാൽ ഞാൻ എങ്ങനെയാണ്, ഞാൻ പോട്ടെ, മാഡം തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പെൺകുട്ടി, മാഡം ഇതുപോലെയുള്ള പെൺകുട്ടികൾ നാളെ മാഡം ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മാഡത്തിന്റെ അടുത്ത് വന്നാൽ എങ്ങനെ മാഡം സംരക്ഷിക്കുന്നത് അവരെ? നിങ്ങളെപ്പോലുള്ളവര് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അതെങ്കിലും പറയൂ, എന്തിനു വേണ്ടിയാണെന്നെങ്കിലും പറയൂ. ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമാണോ? സാധാരണ സ്റ്റേഷനിൽ ഈ ജിഷയുടെ അമ്മ പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരു സ്ത്രീകളോ ഒരു സഹോദരിമാരോ പ്രായമായവർ ആര് വന്നാലും ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എത്ര രാത്രി ആയാലും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥലങ്ങളിൽ ചെന്ന് ഞങ്ങൾ മെൻ പോലീസുമായിട്ട് ഒന്നിച്ച് ജീപ്പിലോ അല്ലെങ്കിൽ പലപ്പോഴും ഞങ്ങൾ മഫ്റ്റിയിൽ പോയി ഞങ്ങൾ അതിനുവേണ്ട സഹായങ്ങൾ. ഒരു പുരുഷന്റെ അതിക്രമം നേരിടേണ്ടി വന്നാൽ അത് ചെറുത്ത് നിൽക്കാനുള്ള ശാരീരിക ശക്തി ഉണ്ടോ നിങ്ങൾക്ക്? മാനസിക ശക്തി ഉണ്ടോ? ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട്, ഞാൻ മൈക്ക് തന്ന ഉടനെ നിങ്ങൾ ഈ അഭിപ്രായം പറയാൻ പോലും നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആഫ്റ്റർ ഓൾ ഒരു അഭിപ്രായമേ പറയും. ഇവിടെ പ്രകടനം കാണിക്കാനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായം പറയാനാണ് പറയുന്നത്. അതിന് പോലും നിങ്ങൾ ഭയക്കുന്നു. അപ്പോൾ ഇത് വെറും വാചകമായിട്ട് എടുക്കരുത്. സമൂഹത്തിൽ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് വരും തലമുറയ്ക്ക് ശക്തി കിട്ടേണ്ടതെന്ന് മാഡം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനുഷ്യാവകാശങ്ങളെ പറ്റി ഒത്തിരി ചർച്ച നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആരുടെ മനുഷ്യാവകാശങ്ങൾ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മനുഷ്യന്റെ മനുഷ്യാവകാശം അല്ലല്ല, അങ്ങനല്ല. നമ്മളെപ്പോഴും പ്രതിഭാഗത്ത് നിൽക്കുന്നവരുടെ മനുഷ്യാവകാശങ്ങളാണ്. വിക്ടിം എന്ന് പറഞ്ഞൊരാളുണ്ട്, ഒരു ക്രൈമിലൊരു വിക്ടിമുണ്ട്. ഇപ്പോൾ ജിഷയുടെ കാര്യത്തിൽ ഇവരുടെ കുടുംബം, അവരുടെ അവകാശങ്ങളെ പറ്റിയും ചർച്ച ഉണ്ടാകണം, ബോധവൽക്കരണം ഉണ്ടാകണം. എപ്പോഴും പ്രതിഭാഗത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് പറയപ്പെടുന്നവരുടെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ സംഘടനകൾ വരുന്നു, വലിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്രയെങ്കിലും പ്രാധാന്യം കൊടുക്കണം, വിക്ടിംസിന്റെ മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അത് പരിഗണിക്കപ്പെടുന്നുണ്ട് പലയിടത്തും. ഞാനും ജെയിംസും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചെയർമാനും അദ്ദേഹം അംഗവുമായിരുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, പ്രിസണേഴ്സിനെ പ്രിമച്യൂറായിട്ട് റിലീസ് ചെയ്യുന്ന കാര്യം. അവിടെ ഞങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് പരിഗണിച്ചിരുന്ന ഒരു കാര്യമാണ് വിക്ടിം റിയാക്ഷൻ. ഒരാളെ പ്രിമച്യൂറായിട്ടൊരു കൊലപാതകയെ വിടുമ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ടാകും എന്നുള്ളത് ഈ വിക്ടിമിൻ്റെ ബന്ധുക്കളും വ്യക്തിമിൻ്റെ അടുത്തും ചോദിക്കും. അതുപോലെ ഇയാളുടെ തന്നെ കുടുംബാംഗങ്ങളോടും ചോദിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, യാതൊരു കാരണവശാലും ഇയാളെ വിടരുതെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ ഞങ്ങൾക്ക് എഴുതിയ കേസുകളുമുണ്ട്. ഓക്കെ, എനിക്ക് ദീപയോട് ചോദിക്കാനുള്ളത്, ഭീഷണി വല്ലതും നേരിടേണ്ടി വരുന്നുണ്ടോ ആരിൽ നിന്നെങ്കിലും? ഇല്ല, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഭീഷണിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് മാനുഷികമായ എല്ലാ ഇതും, കാരണം ഒരാൾക്ക് സാമ്പത്തികമായി ഇപ്പം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കനൽവണ്ട് പുറമ്പോക്കിൽ താമസിക്കാൻ തുടങ്ങിയതാണ്. ഇത്രയും വർഷം വരെ 2004 എൻ്റെ വിവാഹം കഴിഞ്ഞത്. കിടക്കാനൊരു വീട് മാത്രം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷെ അതുപോലും നോക്കാനോ ഞങ്ങൾ ഇങ്ങനെ ഒരു ആളുകൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് ഗൗനിക്കാൻ പോലും ആർക്കും നേരം ഉണ്ടല്ല. കാരണം കിട്ടുന്നവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, കൊടുക്കുന്നവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് എവിടുത്തെ നിയമോ? അപ്പോൾ കിട്ടാത്തവർ അങ്ങനെ അവിടെ കിടന്നോട്ടെ, അവരവിടെ കിടക്കട്ടെ, അവരാരും നോക്കണ്ട. അങ്ങനെയാണ് സമൂഹത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കടമ അതാണോ? ഇവിടുന്നാണ് നക്സലിസത്തിന്റെ തുടക്കം എന്നുകൂടെ മനസ്സിലാക്കണം. ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ദീപ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഗ്രാമസഭകളിൽ സുതാര്യത ഇല്ല. സ്വാധീനമുള്ളവരോ അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളവർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. അല്ലാത്തവർ ഇവരെ പോലെ അപേക്ഷ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരുന്നാലും കാര്യങ്ങൾ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരില്ല. അതൊരു റിയാലിറ്റി. ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടൊരു വീടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് അത്രയും മാത്രമേ ഉള്ളൂ, ഒരു കിടക്കാനൊരു വീടുണ്ടായിരുന്നെങ്കിൽ. ഇന്ന് എന്റെ അനിയത്തി ഇപ്പൊ അമ്മയ്ക്ക് വീട് കിട്ടി, നിങ്ങൾക്ക് വീടുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ അമ്മയെന്നൊരു വീടില്ല. ഞാൻ പറയട്ടെ, എന്റെ കൂടപ്പുറപ്പിന്റെ പേരിൽ ഒരു കെട്ടിരിക്കുന്ന വീടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീടാണ്. ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അവളുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം
വീണ്ടും ചർച്ചയിലേക്ക് തിരികെ എത്താം. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഓരോ അമ്മമാരും ഓരോ പെൺകുട്ടികളും അമ്മമാർ ഇവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ പെൺകുട്ടികളോട് കൂടുതലായിട്ട് എങ്ങനെയാണ് സ്വയം കരുതൽ എടുക്കേണ്ടത്, എന്തൊക്കെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് കരുതൽ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കുറേ കൂടി സ്മാർട്ടായിട്ട് എങ്ങനെയാണ് പോകുന്നത്, ഏത് വഴിയാണ് പോകുന്നത്, ഏത് ബസ്സിലാണ് അല്ലെങ്കിൽ ഏത് ട്രെയിനിലാണ്, അതെപ്പോൾ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ട സ്ഥലം എവിടെയാണ്, ഇതെല്ലാം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ആ മൊബൈൽ ഫോണിലൂടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബന്ധപ്പെടാൻ ലൈഫ് ലൈൻ എന്ന് നമ്മൾ പറയും. അതുപോലെ ആരെയൊക്കെ ബന്ധപ്പെടണം, പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കൺട്രോൾ റൂമോ മാത്രമല്ല, ഏറ്റവും ആത്മാർത്ഥരായിട്ടുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് ഒരു ഡിസ്ട്രസ് കോൾ കൊടുക്കേണ്ടി വന്നാൽ ആരെയൊക്കെ വിളിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാതെ സാധുവായിട്ട് ജീവിക്കാനായിട്ട് ഇനിയും പാടില്ല. നമ്മുടെ ചില ആൺകുട്ടികൾ ഇങ്ങനെ അതിക്രമത്തിലേക്ക് പോകുന്നു, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊരു മാനസിക വൈകൃതമാണ്. ആ അവസ്ഥയിലേക്ക് പോകാതെ ആണും പെണ്ണും, ആണിനെയും പെണ്ണിനെയും പരസ്പരം വിലമതിക്കുന്ന തരത്തിൽ നമ്മൾ കുടുംബങ്ങൾ വളർത്തുക. ഈ അടുത്ത കാലത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അംഗങ്ങളുടെ വീടുകളിൽ തുല്യതയോടുകൂടി അവർ പ്രാക്ടീസ് ചെയ്യും. അതായത് അച്ഛനമ്മമാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ഒരേ രീതിയിൽ, അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെ ഒരേ രീതിയിൽ വീട്ടുകാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുക. ഈ ഒരു രീതി എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാഡം പറഞ്ഞല്ലോ, കുറ്റകൃത്യം കുറ്റവാസനയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറഞ്ഞില്ല. 7 മർഡർ ചെയ്ത ഒരു പ്രതിയെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരു അവസരം. ഞാൻ അയാളുടെ പേര് പറയുന്നില്ല. അയാളുടെ ഹീറോയിസവും അയാളുടെ മീഡിയ പബ്ലിസിറ്റിയും കാരണം ഒരു വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ വളരെ ബ്രില്യൻ്റായിട്ടൊരു പെൺകുട്ടി അയാളുടെ സ്നേഹത്തിലായി. അയാൾ രാത്രിയും പകലും ഇടതില്ലാതെ അയാളുടെ പുറകെ നടന്നു. അയാളെ പെൺകുട്ടിയുടെ അടുത്ത് കാല് വീണ് പറഞ്ഞു, എൻ്റെ പൊന്നുമുള്ള, നിനക്ക് യോജിച്ച ആൾ ഞാനല്ല, നിനക്ക് യോജിച്ച ആൾ വേറൊരാളാണ്. അയാൾ ആ പെൺകുട്ടിയായിട്ടുള്ള ആ സ്നേഹം നിരാകരിച്ചു. ആ പെൺകുട്ടി വേറൊരാളെ കല്യാണം കഴിച്ചു. അപ്പം അതുകൊണ്ട് ഈ കുറ്റകൃത്യ വാസനയുള്ളവരും കുറ്റകൃത്യം ചെയ്യുന്നവരും നല്ല മനസ്സില്ല എന്ന് അടച്ചു പറയുന്നു. ആ രീതിയിലല്ല സാർ ഞാൻ പറഞ്ഞത്. പൊതു എനിക്ക് അയാളുടെ മനസ്സിനെ ഞാൻ കണ്ടത് വളരെ ഉത്തമമായ നിലയിലാണ്. അയാളെ പെൺകുട്ടിയുടെ ഒരു ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും തൊട്ടില്ല. ഞാൻ ആ രീതിയിലല്ല സാർ പറഞ്ഞത്. പൊതു ഇടങ്ങളിൽ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് സാർ പറഞ്ഞതുപോലെ പോലീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിലോ ഇടപെടുക, അല്ലാതെ അയാളോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. അത്തരത്തിലുള്ള ആ ഒരു ഞാൻ പറഞ്ഞത് സാർ പറഞ്ഞ 2 കോണ്ടെക്സ്റ്റിലാണ്. എൻ്റെ മകൻ്റെ കോളേജ്, കോയമ്പത്തൂർ മകൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺ സുഹൃത്ത് എനിക്കൊരു ദിവസം ഒരു ഫോൺ കോൾ കിട്ടുകയാണ്. ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് വരുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ലഹരി ഗുളികകൾ കഴിച്ചതായിട്ട് അവൾക്ക് തന്നെ സംശയം, ആത്മഹത്യ ചെയ്യാൻ കഴിച്ചതാണ്. അതെന്താ അവസ്ഥ എന്നറിയില്ല. ഞാനിവിടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ലേഡി ടീച്ചേഴ്സ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് ഏതെങ്കിലും ഡോക്ടറെ സമീപിക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മകൻ നേരെ എന്നെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാൻ, കോളേജിൽ നിന്നും കാര്യമായ സപ്പോർട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവരാൻ, അതാ ഞാൻ പറഞ്ഞത് എത്തേണ്ട ഇടങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. നേരെ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. ഡോക്ടർക്കും സംശയം, കാരണം ഈ കുട്ടി കരച്ചിൽ മാത്രമേ ഉള്ളൂ, എന്താണ് കഴിച്ചതെന്ന് പറയുന്നില്ല. അമ്മയെ വരുത്തി, രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അമ്മ വരുന്നത്. അമ്മ വന്നിട്ട് അമ്മയോട് ഞാൻ ഈ വിവരങ്ങളൊക്കെ പറയുന്ന സമയത്ത് അമ്മ പറയുന്നത്, എൻ്റെ മകൾ ഒരിക്കലും, എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ നേരിൽ കണ്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ്, ഡോക്ടർ പറഞ്ഞതാണ്, എന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും സ്വന്തം മക്കളെ അറിയാത്തതാണ് അവിടെ പ്രശ്നം. സ്വന്തം മക്കളെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അവരെവിടെ പോകുന്നു, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരാരോട് ഫോണിൽ സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരോട് ഒരുമിച്ച് ചെലവഴിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ. ഒരു പക്ഷേ ഒരു പരിധി വരെ ഇതൊക്കെ അതിന് പരിഹാരമാവുന്നു. പിന്നൊന്ന്, പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ ബോധവൽക്കരണമല്ല, പലപ്പോഴും അറിവില്ലായ്മ എന്നുള്ളൊരു പ്രശ്നമാവുന്നുണ്ട്. നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. പൊതുവിടങ്ങളിൽ ഈ നിയമങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, സുതാര്യമായ ഭാഷയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരെങ്ങനെ പ്രതികരിക്കണം, ഏത് രീതിയിൽ ആരെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളെ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അവർ കൂടി ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും സിനിമാ തിയേറ്ററിലായാലും ഇത്തരം ഒരു അവസ്ഥയിൽ അവരാരെ സമീപിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ അതുപോലെ കുറേ അധികം ആളുകൾ കൂടുന്ന ഒരു ഏരിയയിൽ ഒരു സെല്ല്, ഒരു വിമൻസ് ഹെൽപ്പ് ലൈൻ സെല്ല്, അതൊക്കെ രൂപീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ജെയിംസ്, അതായത് പ്രിവെൻഷൻ ഇമ്പോസിബിൾ, റിഡക്ഷൻ പോസിബിൾ. നമ്മളെ സംരക്ഷിക്കാനായിട്ടുള്ളതായ കഴിവ്, ഇപ്പോൾ അത് കോമൺ ആയിട്ടൊരു പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല.
ഓരോ ഇൻഡിവിജ്വൽ കേസിലും, അതായത് ഇപ്പോൾ ജിഷയുടെ കേസാണ് ജിഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ ശാന്തയുടെ കേസാണ് ശാന്തയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അവർ തന്നെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെയുള്ളതായ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ എന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ച് അവർ സ്ട്രാറ്റജി ഉണ്ടാക്കി ആ ക്രൈം റെഡ്യൂസ് ചെയ്യുക എന്നല്ലാതെ ഇപ്പോൾ ആ ഡൽഹിയിലുണ്ടായതുപോലെ ആ റേപ്പ് നടന്നു, പിന്നെ അതുപോലത്തെ റേപ്പുകൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ റിക്കറിങ് ഈസ് പോസിബിൾ, എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ജിഷയുടെ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും അതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് സെൽഫ് പ്രൊട്ടക്ഷൻ ഈസ് ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാറേ, ഇന്നിപ്പോൾ ഒരു കൊല ചെയ്തു കഴിഞ്ഞാൽ അവന് ഒരുപാട് വെച്ച് ജയിലിൽ വെച്ചുകൊണ്ടിരിക്കരുത്, തീറ്റം കൊടുക്കരുത്. അങ്ങനെ ഓരോരുത്തരും കൊല്ലുകയാണെങ്കിൽ ആളെ എണ്ണം കുറയും സാറേ. ഈ കൊലപാതകം മാക്സിമം കുറഞ്ഞു വരും. ഇതിങ്ങനെ വിട്ടുകൊടുത്ത് തീറ്റയും കൊടുത്ത് ഈ ജയിലിൽ കിടന്ന് കൊലയാളികൾ പിന്നെ അവനെ ഇറക്കി വിടും. ശിക്ഷ കൂട്ടിയാൽ കുറ്റം കുറയും എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ്. അവർക്ക് സുഖ സൗകര്യങ്ങളെല്ലാം കൊടുത്ത്, ശരി അമ്മ, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ജീവിപ്പിക്കുന്നത് കൊണ്ടാണ് കൊല കൂടുതൽ വർദ്ധിക്കുന്നത്. അമ്മ, ഈ ഇവിടെ കുറെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നു, അവരോട് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണെന്ന് അത് പറയൂ. എനിക്ക് കൊടുക്കാനുള്ള ഉപദേശം, എല്ലാ കുട്ടികളും നന്നായിട്ട് വളരുക. ജീവിതത്തിൽ എപ്പോഴും പെൺകുട്ടികളാകുമ്പോഴും അമ്മമാരായാലും നമ്മൾ ശ്രദ്ധിച്ച് വീടുകളിൽ ജീവിക്കണം. പുറത്തു പോയാലും വീട്ടിലിരുന്നാലും വളരെ ശ്രദ്ധയുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കൊലകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കും എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. ജെയിംസ് സാർ പറഞ്ഞ മാതിരി സെൽഫ് പ്രൊട്ടക്ഷൻ, നമ്മൾ സ്വയം ശക്തരാകുക. ഓരോ പെൺകുട്ടിയെയും ഓരോ അമ്മമാരും വീട്ടിൽ നിന്ന് ആദ്യം പഠിപ്പിക്കേണ്ടത് അതാണ്. നീ നിന്നെ എങ്ങനെ സംരക്ഷിക്കുന്നു, നിന്റെ സംരക്ഷണം മറ്റൊരാളുടെ കയ്യിലല്ല, നിന്റെ സംരക്ഷണം നിന്റെ മനസ്സിലാണ്, നിന്റെ ശരീരത്തിലാണ്, നിന്റെ ശക്തിയിലാണ്. ഈ ഒരു ബോധം ഓരോ പെൺകുട്ടിക്കും ഉണ്ടെങ്കിൽ ആ ബോധം നമ്മുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കും. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കും. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ശാക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.